ഈ ഒരു വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് സെറ്റ്സ് ഇൻ പൈത്തോൺ. അപ്പോൾ വെച്ചാൽ നമ്മളിപ്പോൾ ലിസ്റ്റ് കണ്ടു, ട്യൂപ്പിൾസ് കണ്ടു. ഇപ്പോൾ ട്യൂപ്പിൾസ് ഒക്കെ ഉപയോഗിക്കുന്നത് വെച്ചാൽ നമ്മൾ സ്ക്വയർ ബ്രാക്കറ്റ് ആണ്. പിന്നെ ലിസ്റ്റാണ് നമ്മൾ ഉപയോഗിക്കുന്നത് സ്ക്വയർ ബ്രാക്കറ്റ് ആണ്. ട്യൂപ്പിൾസ് ആണ് നമ്മൾ ഉപയോഗിക്കുന്നത് കർവ്ഡ് ആയിട്ടുള്ള ബ്രാക്കറ്റ് ആണ്. ഇനിയിപ്പം ഒരു ബ്രാക്കറ്റ് റിമൈനിങ് ഉള്ളൂ, അത് ബ്രേസസ് ആണ്. അപ്പം അതാണ് നമ്മൾ ഈ സെറ്റിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. സെറ്റിൻ്റെ മെയിൻ ആയിട്ടുള്ളൊരു യൂസ് എന്താണെന്ന് വെച്ചാൽ സെറ്റ് എന്താ പറയുക, സെറ്റിൻ്റെ അകത്ത് നമുക്ക് ഒരിക്കലും ഒരു റിപ്പീറ്റ് ആയിട്ടുള്ളൊരു വാല്യൂസ് എടുക്കാൻ പറ്റത്തില്ല. ഇപ്പോൾ നമ്മൾ റിപ്പീറ്റ് ആയിട്ടുള്ള വാല്യൂസ് കൊടുത്തു കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക്കായിട്ട് സെറ്റ് ഉപയോഗിക്കത്തില്ല. അതാണ് മെയിൻ ആയിട്ടുള്ളൊരു സെറ്റിൻ്റെ ഒരു ഇതെന്ന് പറയുന്നത്, സെറ്റിൻ്റെ ഒരു ഫങ്ഷൻ എന്ന് പറയുന്നത്. അതിപ്പോൾ നമുക്ക് ഓരോരോ കോഡിങ് ഓരോന്നായിട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഓരോരോ അതിൻ്റെ സ്പെഷ്യാലിറ്റീസും അതിൻ്റെ ഫങ്ഷൻസും നമുക്ക് മനസ്സിലാവും. അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് സെറ്റ്സ് എങ്ങനെ ക്രിയേറ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, ഞാനിപ്പോൾ പറഞ്ഞ പോലെ തന്നെ മന്ത് കൊടുക്കാം, മന്ത് എന്നൊരു പേര് കൊടുക്കാം. ഇപ്പോൾ പറഞ്ഞ പോലെ തന്നെ ഞാൻ ബ്രേസസിൻ്റെ ഉള്ളിൽ ജാനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ എന്നൊക്കെ കൊടുക്കണം. ഇതിപ്പോൾ ഒരു സെറ്റാണ്. ഓക്കെ, ഇനിയിപ്പം ഇതിൻ്റെ കൂടെ ഞാൻ ഒന്നുകൂടി ഒരു ഏപ്രിൽ കൂടി കൊടുക്കുകയാണ്. ഔട്ട്പുട്ട് എഴുതി നോക്കാം. ഔട്ട്പുട്ടിൻ്റെ അകത്ത് ഏപ്രിൽ ഒരിക്കൽ പ്രിന്റ് ചെയ്തിട്ടുള്ളൂ. ഓക്കെ, ഔട്ട്പുട്ടിൻ്റെ അകത്ത് ഏപ്രിൽ ഒരിക്കൽ പ്രിന്റ് ചെയ്തിട്ടുള്ളൂ, ബാക്കിയൊക്കെ ഓട്ടോമാറ്റിക്കായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഏപ്രിൽ ഞാൻ രണ്ടോട്ടം കൊടുത്തിട്ടുണ്ട്, പക്ഷേ ഒരിക്കൽ പ്രിന്റ് ചെയ്തില്ല. അതാണ് ഒരു ഫംഗ്ഷൻ. പിന്നെ വേറൊരു സെറ്റിൻ്റെ ഒരു ഫംഗ്ഷൻ അല്ലെങ്കിൽ പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സെറ്റ് ഞാനിപ്പോൾ കൊടുത്ത ഓർഡർ ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, ആ ഒരു ഓർഡറിൽ ഒരിക്കലും വരത്തില്ല. ഓക്കെ, ഇനിയിപ്പോൾ ഞാൻ ഒന്നുകൂടി ഇതേ പ്രോഗ്രാം ഒന്നുകൂടി റൺ ചെയ്യാണ്. അപ്പോൾ നമുക്ക് വേറൊരു ഓർഡറിലാണ് വരുന്നത്. കേട്ടോ, ഇത് ഒരിക്കലും ഓർഡറായിട്ട് വരത്തില്ല. സോ അതാണ് സെറ്റ്സിൻ്റെ വേറൊരു കാര്യം എന്ന് പറയുന്നത്. ഇനിയിപ്പം ഇപ്പോൾ സെറ്റിൻ്റെ അകത്ത് തന്നെ നമുക്ക് സ്ട്രിങ്സ് മാത്രമല്ല, നമുക്ക് ഇതും കൊടുക്കാൻ പറ്റും. ഓക്കെ, ഇതും നമുക്ക് കൊടുക്കാൻ പറ്റും. ഇപ്പോൾ ഞാനൊരു ഡേറ്റ് പ്രിന്റ് ചെയ്യുകയാണെങ്കിൽ ഔട്ട്പുട്ട് നോക്കാം. 1 2 3 ഒന്നും ഒരിക്കലും വരത്തില്ല. ഓക്കെ, ഫസ്റ്റ് ടൈം വന്നിട്ടുണ്ട്. സെക്കൻഡ് ടൈം നോക്കാം. ഓക്കെ ഓക്കെ ചില സമയങ്ങളിൽ ഇത് നമുക്ക് ആ ഒരു കറക്റ്റ് ആയിട്ടുള്ള ഒരു ഇതിൽ വരും, ചില സമയങ്ങളിൽ ഇറ്റ് ഡിപ്പെൻസ്. സോ ഒരിക്കലും നമുക്ക് എപ്പോഴും കൺസിഡർ ചെയ്യാൻ പറ്റില്ല, എപ്പോഴും അത് കറക്റ്റായിട്ട് നമ്മൾ കൊടുത്ത ഓർഡർ തന്നെ വരും നമുക്ക് ഒരിക്കലും പറയാൻ പറ്റത്തില്ല. ഓക്കെ, ഇനി വേറൊരു എന്താ പറയുക, വേറൊരു രീതിയിൽ നമുക്ക് സെറ്റ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനിയിപ്പോൾ ഡേറ്റ് ആയി, മന്തായി, എന്താ കൊടുക്കാം, ഡേറ്റ്സ് കൊടുക്കാം. മൺഡേ, ട്യൂസ്ഡേ എന്ന് കൊടുക്കുകയാണ് ഞാൻ. ഓക്കെ, ഇങ്ങനെയും നമുക്ക് ക്രിയേറ്റ് ചെയ്യാമെന്നാണ് എൻ്റെ ഒരു ഇത്. നോക്കട്ടെ, അത് എവിടെയോ ഒരു മിസ്സായിട്ടുണ്ടല്ലോ. ഓക്കെ, ഞാൻ മൺഡേ ട്യൂസ്ഡേ വെനസ്ഡേ നോക്കുന്നത് അത് നേരെ തിരിച്ചിട്ടാണ് വന്നിരിക്കുന്നത്. സോ ഇറ്റ് ഡിപ്പെൻസ്. ഓക്കെ, ഇതാണ് വേറൊരു രീതി സെറ്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി. സെറ്റ് നിർത്തി പക്ഷേ ഏതെങ്കിലും ഒരു രീതി നിങ്ങൾ ഫോളോ ചെയ്യുക. എന്താ വെച്ചാൽ എപ്പോഴും അത് തന്നെ പിന്നെ യൂസ് ചെയ്യുക. ഞാൻ ഈ ഒരു രീതിയാണ് അധികം ഞാൻ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇനിയിപ്പോൾ നമുക്ക് എന്താ വേണ്ടത് വെച്ചാൽ സെറ്റിൻ്റെ അകത്ത് ഇപ്പം ഓക്കെ സെറ്റിൻ്റെ അകത്ത് ഞാൻ വേറൊരു ഇത് കാണിച്ചുതരാം. മന്ത് ഓഫ് സീറോ ഈക്വൽ ടു ABC എന്ന് കൊടുക്കുകയാണ് ഞാൻ.
ABC എന്ന് കൊടുക്കുകയാണ്. അപ്പോൾ എന്താ ഔട്ട്പുട്ട് എഴുതി നോക്കാം. ഓക്കെ, ഇത് ഞാൻ പ്രിന്റ് ചെയ്തില്ല. എന്താ ഔട്ട്പുട്ട് എഴുതി നോക്കാം. നമുക്കൊരു എററാണ് വരുന്നത്. അപ്പോൾ വെച്ചാൽ നമുക്ക് ഇതിനകത്ത് എന്താ പറയുന്നത് വെച്ചാൽ ഈ സിൻടാക്സ് ഓഫ് 0, ഓക്കെ, അതിൻ്റെ അകത്ത് ഞാൻ ABCD കൊടുക്കുകയാണ്, ABC എന്ന് കൊടുക്കുകയാണ്. അത് എന്തുകൊണ്ട് വരുന്നില്ല വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ ഔട്ട്പുട്ട് നോക്കിയപ്പോൾ നമുക്ക് മനസ്സിലായി എപ്പോഴും നമ്മൾ കൊടുക്കുന്ന ഒരു രീതിയിലല്ല ഔട്ട്പുട്ട് നമുക്ക് വരുന്നത്. അതായത് ഇപ്പോൾ 1 2 3 കൊടുത്തു കഴിഞ്ഞാൽ അതിപ്പോൾ 3 to 1 ആയിരിക്കും, 2 3 1 ആയിരിക്കും. അപ്പോൾ ആ ഒരു രീതിയിൽ ഔട്ട്പുട്ട് വരുന്നത്. അപ്പോൾ നമുക്ക് അസൈൻ ചെയ്യാൻ പറ്റത്തില്ല സെറ്റ്സിൻ്റെ അകത്ത്. ഓക്കെ, ഇനിയിപ്പോൾ നമുക്ക് സെറ്റ്സിൻ്റെ അകത്ത് നമുക്കിപ്പം എന്താ പറയുക, ഇൻഡിജർ ആയിട്ടുള്ള വാല്യൂസ് നമുക്ക് ഒരിക്കലും സെറ്റ്സിൻ്റെ അകത്ത് അസൈൻ ചെയ്യാൻ പറ്റത്തില്ല. വേറൊരു കാര്യം നമുക്ക് നോക്കേണ്ടത് വെച്ചാൽ ഫോർ ലൂപ്പ് വെച്ച് നമുക്ക് നോക്കാം അടുത്തത്. ഓക്കെ, വേരിയബിൾ കൊടുക്കുകയാണ്. ഇതിനകത്ത് ഇപ്പം മന്ത്സ് കൊടുക്കാം. മന്തിനകത്ത് ഞാൻ പ്രിന്റ് ചെയ്യാണ് മന്ത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഒരു ഔട്ട്പുട്ട് എന്ന് വെച്ചാൽ ലൈനായിട്ട് ഇങ്ങനെ വരുന്നതാണ്. ഇതാണ് ഇതിൻ്റെ ഒരു ഔട്ട്പുട്ട്. നമുക്ക് ആ പാറ്റേൺ ചേഞ്ച് ചെയ്യുക അല്ലെങ്കിൽ ആ ഒരു ഓർഡർ ചേഞ്ച് ചെയ്യാൻ നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റും. ഇനിയിപ്പോൾ ഞാനിവിടെ D കൊടുക്കുകയാണ്. അപ്പോൾ ഓരോന്നായിട്ട് നമുക്ക് റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റും. ഏപ്രിൽ, ഫെബ്രുവരി, മാർച്ച്. ഓക്കെ, ഇനി ഒന്നുകൂടി റൺ ചെയ്യാം. ഫെബ്രുവരി, ജാൻ. ഓക്കെ, സോ ഇതാണ് നമുക്ക് എന്താ പറയുക, ഇതാണ് ഫോർ ലൂപ്പ് വെച്ചിട്ട് സെറ്റ്സിനകത്ത് ഫോർ ലൂപ്പ് വെച്ചുള്ള ഒരു പ്രോഗ്രാം അല്ലെങ്കിൽ ഒരു തീം. എനിക്കിപ്പം ഈ ഒരു ഇതൊക്കെ ഞാൻ ഒന്ന് ടാഗ് ചെയ്യണം, കമന്റ് ചെയ്യണം. ഇനിയിപ്പോൾ എനിക്കൊരു എലിമെന്റ് ആഡ് ചെയ്യണം. മന്തിൻ്റെ അകത്ത് എനിക്ക് ഒരു എലിമെന്റ് ആഡ് ചെയ്യണം. അപ്പോൾ അതിനെന്താ വേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് നോക്കാം. മെയ് കൊടുക്കുകയാണ് ഞാൻ. ഓക്കെ, എന്നിട്ട് അത് പ്രിന്റ് ചെയ്യാണ്. ഇവിടെ മെയ് വന്നിട്ടുണ്ട്. സോ ആഡ് എന്നൊരു ഫംഗ്ഷൻ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ, ഇൻബിൽഡ് ഫംഗ്ഷനാണ്, ആഡ് എന്നൊരു ഫംഗ്ഷൻ ഉപയോഗിച്ചാണ് നമ്മൾ എലിമെന്റ്സ് സെറ്റ്സിലേക്ക് ആഡ് ചെയ്യുന്നത്. അതേപോലെ തന്നെ നമുക്കിപ്പം ഒരു എലിമെന്റ് റിമൂവ് ചെയ്യണമെന്ന് വെച്ചോ. എന്താ പറയാ, ഏപ്രിൽ. ഓക്കെ, കേസ് സെൻസിറ്റീവ് ഒന്ന് നോക്കേണ്ട കാര്യമാണ് നിങ്ങൾ. അപ്പോൾ വെച്ചാൽ ഞാനിവിടെ 2 APR ഉണ്ട്. ഓക്കെ, ഇത് ഒരു ചെറിയ APR ആയിട്ട് ഞാൻ കൊടുക്കാം. അപ്പം കുറച്ചും കൂടി ക്ലിയർ ആവും. കേട്ടോ, ഇപ്പം ഇതിപ്പോൾ ഒരു കേസ് സെൻസിറ്റീവ് ആണ്. അപ്പോൾ ഇവിടെ ഞാൻ ക്യാപിറ്റൽ ലെറ്റർ A കൊടുത്തിട്ടാണ് അത് റിമൂവ് ചെയ്യാനാണ് പറഞ്ഞത്. അപ്പോൾ ഇവിടെ ആ ഒരു ഇതാണ്, ആ ഒരു ക്യാരക്ടർ, ആ ഒരു എലിമെന്റ് ആണ്, ആ ഒരു ഐറ്റം ആണെന്ന് റിമൂവ് ചെയ്തത്. സ്മോൾ ലെറ്ററിലുള്ളത് ഇപ്പോഴും അവിടെ തന്നെ ഉണ്ട്. ഓക്കെ, അപ്പോൾ കേസ് സെൻസിറ്റീവ് ഒന്ന് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഒരു എലിമെന്റ് സെറ്റിന്റെ അകത്ത് നിന്ന് റിമൂവ് ചെയ്യാൻ ഡിസ്കാർഡ് എന്നൊരു ഫംഗ്ഷൻ വെച്ചാൽ അതും ഈ ഒരു ഇൻബിൽഡ് ഫംഗ്ഷൻ ആണ്. ഓക്കെ, ഇനിയിപ്പോൾ അടുത്ത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് യൂണിയൻ ഓപ്പറേഷൻ നോക്കാം. ഓക്കെ, സെറ്റ്സിന്റെ അകത്ത് യൂണിയൻ ഓപ്പറേഷൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ പറയാ, രണ്ട് ഇപ്പം ഞാൻ ഒരു എക്സാമ്പിൾ വെച്ചിട്ട് കാണിച്ചു തരാം. ഇതൊക്കെ ഞാനങ്ങ് ഡിലീറ്റ് ചെയ്യണം. ഇപ്പോൾ ഓൾറെഡി മന്ത് 1, മന്ത് 2 എന്ന് കൊടുത്തിട്ട് ഞാൻ വേറൊരു എന്താ പറയുക ABC കുറച്ച് ക്യാരക്ടേഴ്സ് കൊടുക്കുകയാണ് തൽക്കാലത്തേക്ക്. ഓക്കെ, ഞാൻ കുറച്ച് ക്യാരക്ടേഴ്സ് കൊടുത്തിട്ടുണ്ട്. അപ്പം ഒരു വേരിയബിൾ, ഇനിയൊരു വേരിയബിൾ കൊടുക്കാം. ടോട്ടൽ എന്ന് പറഞ്ഞൊരു വേരിയബിൾ കൊടുക്കുകയാണ്. മന്ത് 1, മന്ത്സ് 2, പ്രിന്റ് ടോട്ടൽ. ഓക്കെ, ഇതിൻ്റെ ഔട്ട്പുട്ട് ഒക്കെ നിങ്ങൾക്ക് എന്താണ് യൂണിയൻ എന്ന് മനസ്സിലാവും.
ഓക്കെ. അത് നമുക്കൊരു എറർ വരുന്നുണ്ട്. എറർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഞാൻ ഒരു സ്പേസ് കൊടുത്തതാണ് എറർ വന്നത്. ഓക്കെ, ആ സ്പേസ് അങ്ങ് റിമൂവ് ചെയ്യണം. ഇപ്പോൾ നമുക്ക് നോക്കാം ഔട്ട്പുട്ട് യൂണിയൻ, അതായത് രണ്ടും ജോയിൻ ചെയ്തിട്ട് നമുക്ക് വന്നിട്ടുണ്ട്. ഓക്കെ, അതിൻ്റെ അകത്തുള്ള എലിമെന്റ് ഇതിൻ്റെ അകത്തുള്ള എലിമെന്റ് രണ്ടും ജോയിൻ ചെയ്ത് വന്നിട്ടുണ്ട്. സോ അതാണ് യൂണിയൻ്റെ ഫംഗ്ഷൻ. യൂണിയൻ നമുക്ക് വേറൊരു രീതിയിലും കൊടുക്കാം. ഇതാണ് വേറൊരു രീതി. ഇത് വന്നാൽ നമുക്ക് സെയിം ഔട്ട്പുട്ട് വരുന്നതായിരിക്കും. അതാണ് യൂണിയന്റെ, അതാണ് സെറ്റ്സിൻ്റെ അകത്ത് യൂണിയന്റെ ഒരു ഫംഗ്ഷൻ ഉപയോഗിച്ചാനുള്ള ഒരു ഇത്. ഇനിയിപ്പോൾ അടുത്തത് നമുക്ക് ഇന്റർസെക്ഷൻ നോക്കാം. ഇന്റർസെക്ഷൻ ഓഫ് സെറ്റ്സ് നോക്കാം. എന്താണ് ഇന്റർസെക്ഷൻ ഓഫ് സെറ്റ്സ്? ഇന്റർസെക്ഷൻ ഓഫ് സെറ്റ്സ് ഇന്റർസെക്ഷൻ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് രണ്ടിന്റെ അകത്തും നൾ സെറ്റ് ആണ് ഇപ്പോൾ നമുക്ക് ഔട്ട്പുട്ട് വന്നത്. രണ്ടിന്റെ അകത്തും കോമൺ ആയിട്ട് എന്താണുള്ളത് അതാണ് ഇന്റർസെക്ഷൻ. ഓക്കെ, ഞാനിപ്പം ഇതൊരു സ്മോൾ ലെറ്റർ ജാൻ ആണ് കൊടുക്കുന്നത്. അപ്പൊ നമുക്ക് ഔട്ട്പുട്ട് വരുമോ? ഔട്ട്പുട്ട് ജാൻ വരുമോ? ഇല്ല, നൾ സെറ്റ് വരും. ഓക്കെ, ബിക്കോസ് കേസ് സെൻസിറ്റീവ് ആണ്, അതൊന്നും ശ്രദ്ധിക്കാം. അപ്പൊ ഇതാണ് ഇന്റർസെക്ഷൻ. ഇന്റർസെക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് സെറ്റിന്റെ അകത്തും കോമൺ ആയിട്ടുള്ളത് എന്താണുള്ളത് അതാണ് അത് പ്രിന്റ് ചെയ്ത് തരും. അതാണ് ഇന്റർസെക്ഷൻ ഓഫ് സെറ്റ്സ് എന്ന് പറയുന്നത്. നമുക്ക് ഡിഫറൻസ്, ഇതും സെയിം തന്നെ. ഇതും നമുക്ക് ഇവിടെ ഡോട്ട് ഒരു രീതി പ്രാക്ടീസ് ചെയ്യുക. അപ്പോൾ എന്ന് വെച്ചാൽ അതായിരിക്കും എളുപ്പം. ഓക്കെ, ഇന്റർസെക്ഷൻ എന്നൊരു ഇൻബിൽഡ് ഫംഗ്ഷൻ ഉണ്ട്, അല്ലെങ്കിൽ ആഡ് എന്നൊരു സിമ്പിൾ ഉപയോഗിച്ച് നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. നമുക്ക് ഡിഫറൻസ്, ഒരു സെറ്റിന്റെ അകത്തുള്ള ഡിഫറൻസ് നമുക്ക് കണ്ടുപിടിക്കാം. മാർച്ച്, ഫെബ്രുവരി, ഏപ്രിൽ. ഓക്കെ, ഇത് മൂന്നുമാണ് വരുന്നത്. എന്താണെന്ന് വെച്ചാൽ ഫസ്റ്റ് മന്ത് 1ന്റെ അകത്ത് ഈ എലിമെന്റ് ഉണ്ട്, പക്ഷെ മന്ത് 2ന്റെ അകത്ത് ഈ ഒരു എലിമെന്റ് ഇല്ല. ഓക്കെ, ഇവിടെ ഞാൻ ഇത് ഉൾട്ട എഴുതി കഴിഞ്ഞാൽ മന്ത് 2ന്റെ അകത്ത് എന്താണോ ഉള്ളത് പക്ഷെ മന്ത് 1ന്റെ അകത്തില്ല, അത് പ്രിന്റ് ചെയ്ത് വരും. ഓക്കെ, അതാണ് ഡിഫറൻസ്. ഇനിയിപ്പോൾ വേറെന്ന് വെച്ചാൽ കമ്പയർ ചെയ്യാം. കമ്പയർ ചെയ്യുമ്പോൾ വെച്ചാൽ നമുക്ക് ട്രൂ ഓർ ഫോൾസ് റിപ്ലൈ വരത്തുള്ളൂ. ഓക്കെ, സോ കമ്പാരിസൺ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. കമ്പാരിസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ രണ്ട് സെറ്റ് ഓൾറെഡി നമുക്കുണ്ട്. ടോട്ടൽ ഈസ് ഈക്വൽ ടു മന്ത് 2 ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു മന്ത് 1 പ്രിന്റ് ടോട്ടൽ. ഓക്കെ, അതായത് മന്ത് 2 എന്താ ഔട്ട്പുട്ട് നോക്കാം നമുക്ക് ട്രൂ ആണോ ഫോൾസ് ആണോ. ഫോൾസ് ആയിരുന്നു. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മന്ത് 2 എലിമെന്റ്സ് 1 2 3 4 5 എലിമെന്റ്സിന് ഇതിനകത്ത് 4 എലിമെന്റ്സേ ഉള്ളൂ. അപ്പോൾ ഞാൻ ഇവിടെ ഇപ്പോൾ ഒരു എലിമെന്റ് കൂടി ആഡ് ചെയ്യണം. എന്നാലും ഫോൾസ് ആണ് വരുന്നത്. ഇസ് ഈക്വൽ ടു കൊടുത്തിട്ട് അപ്പോൾ ഞാൻ ഒരു എലിമെന്റ് കൂടി കൊടുക്കാം. മന്ത് 2 ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു മന്ത് 1 എന്നൊരു സ്റ്റേറ്റ്മെന്റ് ഇപ്പോഴും ഫോൾസ് ആണ് വരുന്നത്. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ